5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അടിയൊഴുക്കുകളെക്കുറിച്ച് നിശബ്ദമായി നിരീക്ഷിക്കുന്ന ഏതൊരാളിന് മനസ്സിലാവുന്ന ചില ഘടകങ്ങളുണ്ട്. സാധാരണയായി UDFന്റെ തെരഞ്ഞെടുപ്പുകളിൽ ലീഗ് ഇത്ര കണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് വർക്കുകൾ ചെയ്യാറില്ല. അവർ പലപ്പോഴും നന്നായി വർക്ക് ചെയ്യും. അവർ തീർച്ചയായിട്ടും UDFന് വേണ്ടി പ്രവർത്തിക്കും. കൂടുതൽ മലപ്പുറം ജില്ലയിൽ അവരുടെ മണ്ഡലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. മറ്റ് ജില്ലകളിലും പ്രവർത്തിക്കും. അവർ ആരെയും പാര വയ്ക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്ത് തോൽപ്പിക്കാനോ അവരുടെ കഴിയുന്ന നില. പക്ഷെ പുതിയ തന്ത്രങ്ങളുമായി വീടാന്തരം കയറി ഇറങ്ങി നമ്മുടെ ഷൗക്കത്തിനെ ജയിപ്പിച്ചെടുക്കുക, ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ചെടുക്കുവാനുള്ള പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിക്ക് അതിൻ്റെ പൂർണ്ണ സമയ ചുമതല കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അദ്ദേഹം വലിയൊരു പൊളിറ്റിക്കൽ മാനേജറാണ്. നന്നായി അദ്ദേഹം ഇലക്ഷൻ മാനേജറാണ്. നന്നായി അദ്ദേഹത്തിന് സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യാൻ അറിയാം. അപ്പോൾ കുഞ്ഞാക്കയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം നിശബ്ദമായി, അതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. KM ഷാജിയൊക്കെ ഒരു വിവാദ പ്രസ്താവനയില്ല, അല്ലെങ്കിൽ ഷാജി 2 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വിവാദ പ്രസ്താവന. ഇപ്പോൾ ഒരു വിവാദ പ്രസ്താവനയില്ല, ആരെയും കുറ്റം പറയുന്നില്ല. പിണറായിയൊന്നും വല്ലാതെ കുറ്റം പറയാം, കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടും വേണം, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടും ഉള്ളത് ഉറപ്പിച്ച് നിർത്തണം, എല്ലാ വോട്ടുകളെയും പിടിച്ചു നിർത്തണം, അൻവറിൻ്റെ കൂടെ പോകുന്നവരുടെ വോട്ട് പിടിച്ചു നിർത്തണം, BJPയിലേക്ക് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ വോട്ട് പിടിച്ചു നിർത്തണം. അപ്പോൾ എല്ലാ വോട്ടുകളും സമാഹരിക്കുന്നതിന് വേണ്ടി കുഞ്ഞാപ്പയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അവരുടെ നേതൃത്വത്തിൽ വലിയ ഒരു മുന്നേറ്റമാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് റിസൾട്ടാകുമോ ഇല്ലയോ എന്നറിയേണ്ടത് നമുക്ക് 19 കഴിഞ്ഞ് 23 അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ വളരെ മനോഹരമായ രീതിയിൽ ലീഗ് വീടാന്തരം കയറി ഇറങ്ങി കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ച്, കുടുംബയോഗങ്ങളിലൊക്കെ ഡോക്ടർ MK മുനീറിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെ പോയി അവരെ ഓരോ വോട്ടർമാരെയും കണ്ട് സ്വാധീനിച്ച് ലീഗിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് പോലെ ഒരു ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ എത്ര കണ്ട് ഊർജവും ആവേശവും ഒക്കെ എടുക്കും, അത്ര കണ്ട് ആവേശത്തിലാണ് ലീഗ് പ്രവർത്തിക്കുന്നത്. അത് റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ലീഗിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ലീഗ് ചെയ്യുന്ന ഈ കഠിനാധ്വാനം വെറുതെ ആകില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങനെ വെറുതെ ആകാതിരിക്കണമെങ്കിൽ ചെറിയൊരു പൊടി മേൽക്കൈ കിട്ടിയിട്ടുള്ള സ്വരാജിൻ്റെ മേൽക്കൈയെ കൂടി തകർക്കണം. എനിക്ക് തോന്നുന്നു ഇനിയും 2 ദിവസം കൊണ്ട് ആ ദിവസങ്ങളിലെ നിശബ്ദമായ പ്രചരണത്തിലൂടെ തീർച്ചയായിട്ടും സ്വരാജിന് എന്തെങ്കിലും അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനില്ലാതാക്കാൻ, തകർക്കാൻ, അത് കുറയ്ക്കാനും ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ചെടുക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് പലപ്പോഴും ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത്. ലീഗ് പല യോഗങ്ങളിലും അത് പ്രസ്താവിച്ചു കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ല, ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് ലീഗ് യോഗങ്ങളിലൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റം, ഒരു വലിയ സോഷ്യലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. കാരണം 2 ഒന്ന്, ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കുന്നതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രഹരം കൊടുക്കണം പിണറായി വിജയന്. 2, അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കളമൊരുങ്ങണം. ഇപ്പോൾ വീണ്ടും സ്വരാജ് ജയിച്ചു പോയാൽ, അല്ലെങ്കിൽ അൻവർ ജയിച്ചു പോയാൽ തീർച്ചയായിട്ടും UDF തളരും. ആ തളർച്ചയിൽ വലിയ നഷ്ടമായിരിക്കും ലീഗിനൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ലീഗ് അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. ഓരോ വീടുകളെയും ഓരോ വോട്ടർമാരെയും കേന്ദ്രീകരിച്ചുള്ള വളരെ എണ്ണയിട്ട യന്ത്രം പോലെ ലീഗ് പ്രവർത്തിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. അത് ഗുണകരമായി വന്നാൽ ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അങ്ങനെ ജയിച്ചാൽ തീർച്ചയായിട്ടും ലീഗിന് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യാം. എന്തായാലും കുഞ്ഞാലിക്കുട്ടി കളത്തിലുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഒരു ഒന്നൊന്നര രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം രംഗത്തിറങ്ങിയാൽ പുലിക്കുട്ടിയാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. അവിടെ കളം ഒരുങ്ങിക്കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടി അറ്റൻഷൻ.